സംസ്ഥാനത്ത് 2 ദിവസമായി അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. വരും മണിക്കൂറിൽ വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത തന്നെ പുലർത്തണം. ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായിട്ടാണ് കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തമാകുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കന്യാകുമാരിക്ക് സമീപമുള്ള കോമോറിൻ ഏരിയയിലെ ചക്രവാത ചുഴിയാണ് നിലവിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമായി പറയുന്നത്. ഇത് വരും മണിക്കൂറുകളിൽ ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർദ്ദേശിച്ചു. മഴ നവംബർ 26 വരെ തുടരുമെന്നും അതിനുശേഷം കുറയുമെന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള തെക്കൻ മധ്യ ജില്ലകൾക്കാണ് മഴ സാധ്യത കൂടുതലായി പറയുന്നത്. അതേസമയം നാളെ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 25-ന് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 26-ാം തീയതി തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നും നാളെയും, അതായത് നവംബർ 23, 24 തീയതികളിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കാരണം അത് ഉടലെടുത്തത് കാരണം സുരക്ഷ ഉറപ്പാക്കുന്നത് വളരെ അനിവാര്യമാണ് എന്നതാണ് ഇപ്പോൾ അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മറ്റ് രീതിയിലേക്കുള്ള, അതായത് ഇപ്പോൾ ഇടിമിന്നൽ സാധ്യത ഏൽക്കാനുള്ള ആ ഒരു സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ തന്നെ കൂടുതലായും സുരക്ഷിതമായ ഇടങ്ങളിൽ തന്നെ തങ്ങുന്നത് വളരെ അനിവാര്യമാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ഒരു ക്യാമ്പ് തുറന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി തന്നെ മാറി താമസിക്കേണ്ടതുമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.